ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യലി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടു നോക്കാം. 4 മണി ചായക്കൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു മുട്ട ഒഴിച്ചിട്ട് കൊടുക്കുവാണ്. 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മഞ്ഞക്കരുവോട് കൂടി തന്നെയാണ് ഞാൻ മുട്ട എടുത്തിട്ടുള്ളത്. മഞ്ഞ വേറെയും വെള്ള വേറെയൊന്നും ഞാൻ ആക്കിയിട്ടില്ല. ഇതുപോലെ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇനി ബീറ്ററില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ കണ്ടോ, ഇതുപോലെ ഫ്ലഫി ആയിട്ട് കിട്ടണം. നല്ല അടിപൊളിയായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മിക്സിയിലായാലും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു ബൗളിലും കൂടി ആക്കിയിട്ട് എടുക്കണം. 2 ബൗളിൽ പകുതിയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. പകുതി ആക്കിയെടുത്താൽ നമുക്ക് ഒരു കാപ്പി കളറിലുള്ള ഒരു ഫ്ലവർ നടുക്കിലായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അത് നമ്മൾ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പകുതി ആക്കി എടുക്കുന്നത് കേട്ടോ. ഇനി ഇങ്ങനെയല്ല, 1.5 മുട്ട വെച്ചിട്ട് നമുക്ക് 2 ബൗളിലായിട്ട് ബീറ്റാക്കിയിട്ടും അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഒന്നായിട്ട് ബീറ്റാക്കിയിട്ടാണ്. ഇനി നമ്മൾ ഇതിലോട്ട് എടുക്കുന്നത് 1.5 കപ്പ് മൈദയാണ് കേട്ടോ. ആദ്യം ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. എന്നാലും നമ്മൾ അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു കേക്കായിട്ട് കിട്ടത്തുള്ളൂ. അതിന് ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കൊടുക്കാൻ, ഒരു ബാലൻസ് ശരിയാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഒരു വശത്തേക്ക് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റേ ബാറ്ററും കൂടെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇനി അതിൽ നിന്ന് ഞാൻ 1/4 കപ്പ് മൈദ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പിൽ നിന്ന് അല്ല, 1.5 കപ്പിൽ നിന്ന്. ഇനി അതിലോട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരെ കൊക്കോ പൗഡർ ചേർത്തിട്ട് കൊടുക്കാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ്, അതിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5-6 ടീസ്പൂൺ ചേർത്തിട്ട് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടെ തന്നെ നമുക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടെ ചേർത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഏലക്കായും കൂടെ പൊടിച്ചിട്ടിട്ടാണ് പഞ്ചസാര പൊടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണാണ്, അതായത് ഒരു 1/4 കപ്പാണ് പഞ്ചസാര. 1/4 കപ്പല്ല, 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ മറ്റൊരു ബാറ്ററിലേക്ക് നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം. ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഒരു വശത്തേക്ക് തന്നെ ചുറ്റിച്ചുകൊണ്ട് നമുക്ക് മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ കുറേശ്ശെ ആയിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഒന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്താൽ അതങ്ങോട്ട് കട്ടി പിടിച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ കട്ടി പിടിക്കാതെ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വശത്തേക്ക് തന്നെ ചുറ്റിച്ചുകൊണ്ട് നമുക്ക് പതുക്കെ ഇത് മിക്സാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം മിക്സാക്കിയിട്ട് എടുക്കുക. ഇനി ഞാൻ ഓയിൽ ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബൗളിലേക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു മുട്ട പതപ്പിച്ചതിലേക്ക് ആദ്യം നമ്മൾ ഓയിൽ ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് പതുക്കെ ഇട്ടിട്ട് ചുറ്റിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു ബാറ്ററി കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നേരം നമുക്ക് ഇതുപോലെ ഇളക്കി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി മാറ്റിയാൽ മാത്രം മതി. ഇനി നമുക്കിവിടെ നല്ലൊരു തവി ചൂടാക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാനിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. പാനിൽ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം നമുക്ക് ആദ്യം വെക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ കേക്ക് കരിഞ്ഞിട്ട് പോവും. അപ്പോൾ നമ്മൾ ആദ്യം ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാറ്റർ എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ പരന്നിട്ട് തന്നെ ആ പാനിലോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നോളും. ഇനി പാൻ അളക്കേണ്ടത് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പരന്ന ഒരു ഇതിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോലോ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുക. അതായത് ഹോൾസ് മുകളിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ നടുക്കിലായിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്റർ
ഇറക്കി വെക്കേണ്ടത്, അതായത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ ഇതുപോലെ ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഒഴിച്ചിട്ട് പോകരുത്, അപ്പോൾ ആകെ കലങ്ങി മറിഞ്ഞിട്ട് പോകും. പതുക്കെ നമ്മൾ ഒഴിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് ഇതുപോലെ ആയിട്ട് വരും. ഇനി നമ്മളൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലവർ രൂപത്തിൽ വരും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇത് വേവിച്ചിട്ട് വെന്ത് വരുമ്പോൾ നല്ല പൊങ്ങി വരുന്ന ആ ഒരു ടൈമിൽ നല്ല ഫ്ലവർ പോലെ തന്നെ വിരിഞ്ഞിരിക്കും കേട്ടോ. നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു മൊഞ്ചാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഫ്ലവർ വരച്ചിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെയല്ല വേറെ ഫ്ലവർ ഡിസൈൻ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതിൻ്റെ നല്ലൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ അതിൻ്റെ മുകളിലായിട്ട് മുന്തിരി ഉണ്ടല്ലോ, അതാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചെറിയ പീസുള്ള ചോക്ലേറ്റ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതുപോലെയുള്ള സ്വീറ്റൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിനായിട്ടും നല്ലൊരു ഭംഗിക്കായിട്ടുമാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു 30 മിനിറ്റാണ് ഇതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് വെക്കുമ്പോഴാണ് കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതേ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതുപോലെ ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ ചൂട് കട്ടിയുള്ളൊരു പാത്രം ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇതിൻ്റെ ചുവട്ടിലായിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു 30 അല്ലെങ്കിൽ 25 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. അപ്പം നമുക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി ഫ്ലവറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുത്തി നോക്കാം. എന്നിട്ട് ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് വെന്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമുക്കിത് ഇറക്കി മാറ്റി വയ്ക്കാം, ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കണേ. കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുപോലെ ഈ ഒരു കേക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. തീർച്ചയായിട്ടും കുട്ടികൾക്കും വലിയവർക്കായാലും 4 മണി ചായക്ക് നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെയോ അല്ലാതെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് അടിച്ച് പൊളിച്ചെന്ന് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്.